പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒരിക്കൽ വ്യക്തമായി പറഞ്ഞാൽ കഴിഞ്ഞ മാസം അതിരൂപതയിൽ കാക്കനാട് സിനഡ് നടന്നുകൊണ്ടിരുന്നപ്പോൾ വിളിച്ചു വരുത്തി കുഴിയിൽ ചാടിച്ചതാണ് മാർ പാമ്പ്ലാനിയുടെ എറണാകുളം രൂപത. ജോസ് കെ മാണി പിടിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു അന്ന് വിളിപ്പിച്ചത്. പക്ഷേ LDF-ൽ CPM-ന്റെ സമ്മർദ്ദം വല്ലാതെ കടുത്തതായിരുന്നു. ഇതോടെ ജോസ് കെ മാണി LDF വിട്ട് UDF-ലേക്ക് പോയതുമില്ല. രാത്രി സഭാ ആസ്ഥാനത്തേക്ക് തിടുക്കത്തിൽ വന്നെത്തിയ പാമ്പ്ലാനെ വിളിച്ചു വരുത്തി നനം കെടുത്തിയ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പിന്നീട് അങ്ങോട്ട് പിതാക്കന്മാരുടെ ഫോൺ പോലും എടുത്തിട്ടില്ല. ഇപ്പോഴത്തെ പിതാക്കന്മാർ വായ തുറന്നാൽ കള്ളമേ പറയൂ, പ്രവർത്തിക്കുന്നത് മൊത്തം പണി വാങ്ങി തരുന്നതാണെന്നാണ് പ്രതിപക്ഷത്തിന് നന്നായ ധാരണയുണ്ട്. ഈ പ്രതിപക്ഷത്തിന്റെ അതൃപ്തി കൊണ്ട് കനത്ത അടിയായത് രൂപതയിലെ പിതാക്കന്മാർക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സിൽ കരുതി വെച്ചിരുന്നത് ഒന്നല്ല രണ്ടല്ല നിരവധി സീറ്റുകളായിരുന്നു. ഇനി നേരെ ചെന്ന് ഈ സീറ്റ് ചോദിക്കാനും പറ്റില്ല. ഇതോടെ പ്ലേറ്റ് മാറ്റി എറണാകുളം രൂപത ഇതാ നേരെ ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുകയാണ് പെരുമ്പാവൂർ മണ്ഡലത്തിനു വേണ്ടി. അതെ, വിഷയം പെരുമ്പാവൂരിലെ കോൺഗ്രസ് സീറ്റ് തന്നെ. ഇത്തവണ എൽദോസ് കുന്നപ്പള്ളിയോട് സഭയ്ക്ക് താല്പര്യമില്ല, പകരം മറ്റൊരാൾ വരട്ടെ എന്നാണ് ഹൈക്കമാൻഡിനോട് സഭയുടെ എറണാകുളം രൂപതയുടെ ഒരു റെക്കമെൻഡേഷൻ. ആരാകുമ്പോൾ രൂപത അധികാരികളുടെ സ്ഥാനത്ത് ലിസ്റ്റിലുള്ളത് അത് ഇത്ര കാലം സഭാ വിശ്വാസികളുടെ മുഖത്ത് ചെളിവാരി എറിഞ്ഞുകൊണ്ടിരുന്ന ഷൈജു ആന്റണിയാകും എന്നാണ് ഇപ്പോഴത്തെ അരമന വാർത്തകൾ. ഫ്രാൻസിസ് പാപ്പയ്ക്കെതിരെ തെരുവിൽ നടന്ന ആ യുദ്ധം നടത്തിയ ഷൈജു ആന്റണിയുടെ നേതൃത്വത്തിലുള്ള വിമത കൂട്ടായ്മ ഇപ്പോൾ രൂപത അധികാരികളുടെ പൊന്നോമന പുത്രന്മാരാണ്, ദാസന്മാരാണ്. അപ്പോൾ ദാസനും വിജയനും പോലെ അവരെ വീണ്ടും സന്തോഷിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ ഇനി തലശ്ശേരി പോലും കണി കാണാൻ പറ്റില്ലെന്ന് പിതാക്കന്മാർക്കറിയാം. കുർബാന വിഷയം എന്തൊക്കെയായാലും അതിൽ അടുത്ത കാലത്തൊന്നും ഒരു സമവായവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് രൂപതയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ പിന്നെ തങ്ങളുടെ വിമത പോരാളികളെ കൂടുതൽ ശക്തിപ്പെടുത്തണം. അതിന് ഷൈജു ആന്റണി തന്നെ പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥിയാകണം. അതിനാണ് കഴിഞ്ഞ തവണ ഹൈക്കമാൻഡ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ആദ്യഘട്ടം തീരുമാനം നൽകിയപ്പോൾ അതിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ പേരില്ല. അതുകൊണ്ടാണ് പശ്ചാത്തലമോ പ്രവർത്തന പാരമ്പര്യമോ ഒന്നും നോക്കാതെ ഈ മെത്രാന്മാർ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചു. സ്ഥാനത്ത് ജയിക്കുമോ എന്നൊക്കെ ഒരു ഉറപ്പ് രൂപതയ്ക്ക് നൽകാനാകില്ലെന്ന് പിതാക്കന്മാർ സൂചന നൽകിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ സീറ്റ് കോൺഗ്രസിൽ നിന്ന് പിടിച്ചു വാങ്ങി കൊടുക്കാമെന്ന് മാത്രമാണ് വിമത കൂട്ടായ്മയ്ക്കുള്ള രൂപതയുടെ ഉറപ്പ്. ജയിക്കണമെങ്കിൽ യഥാർത്ഥ വിശ്വാസികളുടെ ഏകീകൃത കുർബാന ആഗ്രഹിക്കുന്നവരുടെ വോട്ട് കൂടി വേണം. അത് ഒരെണ്ണം പോലും കിട്ടില്ലെന്ന് പിതാക്കന്മാർക്ക് ഉറപ്പുണ്ട്. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇനി വിളിച്ചാൽ ഓടി വരില്ലെന്ന് രൂപതയ്ക്ക് വ്യക്തമായിട്ടുണ്ട്. അതാണ് പിതാക്കന്മാരുടെ സ്വാധീനം വെച്ച് അങ്ങ് ഡൽഹിയിൽ തന്നെ ഹൈക്കമാൻഡിൽ സ്വാധീനം ചെലുത്താൻ രൂപത നേതൃത്വം ഇറങ്ങി തിരിച്ചത്. അതിന്റെ ഫലമായാണ് ഇപ്പോൾ ആദ്യഘട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അതിൽ കെ ബാബുവും എൽദോസ് കുന്നപ്പള്ളിയും രാഹുൽ മാങ്കൂട്ടവും മാത്രമാണ് ആ പട്ടികയിൽ സിറ്റിംഗ് MLA-മാരിൽ ഇല്ലാത്തത്. മറ്റെല്ലാ സിറ്റിംഗ് MLA-മാരും മത്സരിക്കുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കടും പിടുത്തം ഒന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാത്തത്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്, രാഷ്ട്രീയ നീക്കങ്ങളാണ്, രാഷ്ട്രീയ അധികാര മോഹങ്ങളാണ് തങ്ങളുടെ വിമതരെ പിടിച്ച് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരാക്കാമെന്ന ആ ഒരു അമിത ആവേശമാണ് ഇപ്പോൾ രൂപതാ മെത്രാന്മാരെ മുന്നോട്ട് നയിക്കുന്നത്.